വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മാങ്കാവ് റോഡരികിലുള്ള കെട്ടിടത്തിന് തീ പിടിച്ചു. കെട്ടിടത്തിന്റെ താഴെയുള്ള മുറിയിൽ പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി. രാവിലെ 7 മണിയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്ലായി സ്വദേശിയായ 67-കാരന്റെ മൃതദേഹമാണെന്നാണ് സംശയം. വിവരങ്ങളുമായി റിയാസ് KMR ചേരുന്നു. റിയാസ്, 7 മണിയോടുകൂടിയാണ് ഈ ഒരു പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? കാളൂർ റോഡിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. വളരെ ദയനീയമായ ഒരു സംഭവമാണ്. ഇവിടെ SN സ്റ്റഡി സെന്റർ വയൽവാരൻ ഹോം ട്യൂഷൻ എന്ന ഒരു കാളൂർ റോഡിൽ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ താഴത്തെ നിലയിലാണ് ഈ ഒരു മുറിയുള്ളത്. ഇത് വാടകയ്ക്ക് നൽകുന്ന മുറിയാണ്. ഇവിടെ നേരത്തെ നിലവിൽ വാടകയ്ക്ക് താമസിക്കുന്നത് കോഴിക്കോട് കല്ലായി സ്വദേശിയായ 67-കാരൻ സന്തോഷ് എന്നയാളാണ്. ഇയാളുടേതാണോ മൃതദേഹം എന്ന് സംശയിക്കുന്നുണ്ട്. പക്ഷേ ഔദ്യോഗികമായ സ്ഥിരീകരണം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. ഇയാൾ കുടുംബവുമായി പിണങ്ങിക്കഴിയുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെതാണോ മൃതദേഹം എന്നത് സംബന്ധിച്ച ഒരു വ്യക്തത ഇനിയും കൈവരേണ്ടതുണ്ട്. ഈ 67-കാരൻ സന്തോഷ് തനിച്ച് താമസിക്കുന്ന മുറിക്കകത്താണ് തീപിടുത്തം ഉണ്ടാവുകയും തീപിടുത്തം ഉണ്ടായതാണോ, ഇനി എങ്ങനെയാണ്, ദുരൂഹ സാഹചര്യത്തിലാണ് ഈ ഒരു മരണം സംഭവിച്ചിരിക്കുന്നത്, ദുരൂഹ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് വിവരം അറിയുകയും 7 മണിയോടുകൂടി പോലീസ് എത്തുകയും കസബ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം. കസബ ഇൻസ്പെക്ടർ സനീഷിന്റെ നേതൃത്വത്തിലുള്ള സബ് ഇൻസ്പെക്ടർ സനീഷിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എത്തി. ഇപ്പോൾ കസബ സ്റ്റേഷന്റെ ഇൻസ്പെക്ടർ ഇൻചാർജ് ആയിട്ടുള്ള ചെമ്മങ്ങാട് പോലീസ് ഇൻസ്പെക്ടർ സന്തോഷ് കുമാർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരെത്തി ഇവിടെ പരിശോധന നടത്തി. പൂർണ്ണമായും കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹവും അതിന്റെ അകത്തളവും ഒക്കെ ഉണ്ടായിരുന്നത്. അല്പം മുൻപ് ഈ സ്ഥലം കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ G ജയദേവന്റെ നേതൃത്വത്തിൽ സന്ദർശിച്ചു. അവിടെയുള്ള സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിൽ എന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് പരിശോധിക്കുന്നത്. അതല്ല സ്വയം ജീവനൊടുക്കിയതാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. അത്തരം കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. കാരണം പൂർണ്ണമായും ഇതിനകത്ത് കത്തി നശിച്ചിട്ടുണ്ട്. പക്ഷേ പുറത്തേക്ക് തീ പടർന്നിട്ടുമില്ല. ആ രീതിയിലാണ് സംഭവം ഉള്ളത്. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഇതിനെ കാണുന്നത്. അല്പം ഇനിയിപ്പോൾ ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിച്ച് മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടത്തിയതിനു ശേഷമായിരിക്കും ഈ മരണം സംബന്ധിച്ച ഒരു കൃത്യമായ സ്ഥിരീകരണം ഉണ്ടാവുക. ദുരൂഹ മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. ശരി. കോഴിക്കോട് മാങ്കാവാണ് റോഡരികിലുള്ള കെട്ടിടത്തിന് തീപിടിച്ചത്. ഈ കെട്ടിടത്തിന്റെ താഴെയുള്ള മുറിയിൽ പുരുഷന്റെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. രാവിലെ 7 മണിയോടുകൂടിയാണ് മൃതദേഹം കണ്ടെത്തിയത്. കല്ലായി സ്വദേശിയായ 67-കാരൻ്റേതാണ് മൃതദേഹം എന്നതാണ് സംശയം. റിയാസ് KMR ആണ് വിവരങ്ങൾ നൽകിയത്.